സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ. സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനിറിയ സമ്മാനങ്ങൾ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ 7012945198. പഴവർഗ സംസ്കരണം, മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം എന്നീ മേഖലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച വ്യക്തി ഗ്രൂപ്പ് വിഭാഗത്തിലുള്ള സംസ്ഥാന കർഷക പുരസ്കാരം തിരുവല്ലയിലെ ജസ് കൃഷിന്. എടവണ്ണ സ്വദേശി തെക്കുംപുറത്ത് അലീഫും സഹോദരൻ VP യാസിൻ അസ്ലമും ചേർന്ന് ആരംഭിച്ച സ്റ്റാർട്ടപ്പ് സംരംഭമാണ് ജസ് കൃഷ്. പ്രതിസന്ധികളെയും പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിച്ചു വളർന്ന സ്ഥാപനത്തിന് ലഭിച്ച വലിയ അംഗീകാരമാണ് സംസ്ഥാന കർഷക പുരസ്കാരം. പഴവർഗ സംസ്കരണം, മൂല്യവർധന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്കും ഗ്രൂപ്പിനുമുള്ളതായ അവാർഡാണ് ജ്യൂസ് ക്രഷ് പ്രൈവറ്റ് ലിമിറ്റഡ്. അവർക്ക് 50,000 രൂപയും ഫലകവും സർട്ടിഫിക്കറ്റും. മഹാമാരിയെ തുടർന്ന് വ്യവസായ മേഖല വലിയ പ്രതിസന്ധിയിലായപ്പോഴും ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോയതാണ് ജസ് കൃഷിന്റെ വളർച്ചയ്ക്ക് വഴിയൊരുക്കിയതെന്ന് ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ ഇഹ്സാന പരാരി പറഞ്ഞു. നിലവിൽ പ്രതിവർഷം ഏകദേശം 33 കോടി രൂപയുടെ വിറ്റുവരവുള്ള സ്ഥാപനമായി ജസ് കൃഷ് വളർന്നു. ജസ് കൃഷി ഇപ്പോൾ വളരെ സന്തോഷത്തിലുള്ളൊരു സമയമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കേരള സർക്കാരിൻ്റെ കൃഷി വകുപ്പിൻ്റെ 2025 സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ 2 ഫൗണ്ടേഴ്സ്, ഇതിൻ്റെ തുടക്കം മുതൽ ഈ അവസ്ഥ വരെ എത്തിച്ച 2 ഫൗണ്ടേഴ്സ് ഉണ്ട്. അലിഫ് യാസിൻ, രണ്ടുപേരും ഈ അവാർഡിൻ്റെ സന്തോഷം പങ്കിടാൻ നമ്മുടെ കൂടെ ഇല്ല. ഇപ്പോൾ ഇവിടെ രണ്ടുപേരും തിരക്കിലാണ്. അപ്പോൾ അവർ തുടങ്ങി വെച്ചിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രം ഫാമേഴ്സ് ഹാൻഡ്സ് ടു ദ വേൾഡ്, നമ്മുടെ ഫാമിൽ നിന്ന് നമ്മുടെ ഫ്രൂട്ട് പ്രൊക്യൂർ ചെയ്യുന്നു. അത് കേരളത്തിൽ തന്നെ നമ്മൾ മാക്സിമം നമ്മുടെ പൈനാപ്പിൾ, അവക്കാഡോ, ടെൻഡർ കോക്കനട്ട് മെജോറിറ്റി നമ്മൾ ഫുൾ കേരളത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സോഴ്സ് ചെയ്യുന്നത്. മറ്റ് ഫ്രൂട്ടിൽ നമ്മൾ ഇന്ത്യയിലുള്ള മറ്റ് ഫാമേഴ്സിൻ്റെ അടുത്തൊന്നും കളക്ട് ചെയ്യുന്നു. ആ കളക്ട് ചെയ്ത ഫ്രൂട്ടിൽ ഒരു പ്രിസർവേറ്റീവ്സ്, ഒരു മായവും ചേർക്കാതെ അതെങ്ങനെ ലോകത്തിന് കൈമാറാം എന്നുള്ളിടത്തായിരുന്നു ജസ് കൃഷ് ശ്രദ്ധിക്കുന്നത്. ഇന്ന് വരെ ഞങ്ങൾക്കത് അതുപോലെ തന്നെ സൂക്ഷിക്കാനും ആ ക്വാളിറ്റി അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാനും സാധിച്ചു. അതിന്റെ അംഗീകാരം അത് നമ്മുടെ കേരള സർക്കാരിന്റെ അതും കൃഷി വകുപ്പിൽ നിന്ന് ലഭിച്ചതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് കർഷകരുടെ അടുത്ത് നിന്ന് ലഭിക്കുന്ന ഫ്രൂട്ടാണ്. അപ്പൊ ആ വകുപ്പിൽ നിന്ന് തന്നെ ഞങ്ങളുടെ ആദ്യത്തെ അംഗീകാരം ലഭിച്ചതിൽ ജസ് കൃഷി വളരെ ഹാപ്പിയാണ്. തിരുവാലി കൃഷിഭവൻ, അതുപോലെ വണ്ടൂര് ബ്ലോക്ക്, എല്ലാ കൃഷി വകുപ്പിനോടും ഞങ്ങൾ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞങ്ങളുടെ കൂടെ എല്ലാ സ്റ്റെപ്പിലും അവരെല്ലാവരും കൂടെ ഉണ്ടായിട്ടുണ്ട്. ഇനിയും കൂടുതൽ പഴവർഗ്ഗങ്ങളും അതുപോലെ നമ്മുടെ പുതിയൊരു സംരംഭമായിട്ട് നമ്മുടെ പച്ചക്കറികളിൽ നിന്നും ഭക്ഷണങ്ങൾ ലൈക്ക് ചപ്പാത്തി, ബീട്രൂട്ട് ചപ്പാത്തി, ക്യാരറ്റ് ചപ്പാത്തി, ഇങ്ങനെ തുടങ്ങി ആളുകൾ നമ്മുടെ ഭക്ഷണ രീതിയിലേക്ക് പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാതെ പ്രോസസ്ഡ് അല്ലാത്ത രീതിയിൽ എങ്ങനെ ഹെൽത്തിയായി ക്വാളിറ്റി ഭക്ഷണം ലോകത്തിന് മുന്നിൽ എത്തിക്കാം എന്നുള്ളതാണ് ജസ് കൃഷി ഉദ്ദേശിക്കുന്നത്. ഈ അവാർഡ് തീർച്ചയായും അതിന് വളരെ നല്ല രീതിയിൽ ഊർജ്ജം നൽകുന്നു. ഞങ്ങളിതൊരു ഉത്തരവാദിത്തമായി ഏറ്റെടുത്തുകൊണ്ട് കൂടുതൽ നല്ല രീതിയിൽ ഉൽപ്പന്നങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള എല്ലാ പ്രവർത്തികളിലും ജസ് കൃഷി ഏറ്റെടുക്കുമെന്ന് ഈ അവസരത്തിൽ പറയാണ്. കഴിഞ്ഞ വർഷം സംസ്ഥാനത്തെ കർഷകരിൽ നിന്നും 19.68 ടൺ ഇളനീർ ശേഖരിച്ച് വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിപണിയിലെത്തിച്ചു. 17 ഇനം പഴങ്ങളിൽ നിന്നുള്ള ഫ്രൂട്ട്, സ്മൂത്തി മിക്സ്, ഷുഗർലെസ് ഫ്രൂട്ട് പൾപ്പ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളാണ് പ്രധാനമായും ജസ് കൃഷ് വിപണിയിലെത്തിക്കുന്നത്. യൂണിറ്റിനോട് ചേർന്ന് വിവിധ ഇനം പഴച്ചെടികളുടെ കൃഷിയും നടത്തിവരുന്നുണ്ട്. നിലവിൽ 40-ലേറെ പേർക്ക് നേരിട്ടും 100 കണക്കിന് പേർക്ക് പരോക്ഷമായും തൊഴിൽ നൽകുന്ന സ്ഥാപനമായി ജസ് കൃഷ് മാറി. പ്രാദേശികമായി കർഷകരിൽ നിന്നും പഴവർഗ്ഗങ്ങൾ ശേഖരിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിപണിയിലെത്തിക്കുന്ന മാതൃകാപരമായ സംരംഭത്തിനുള്ള അംഗീകാരമായാണ് ഈ സംസ്ഥാന പുരസ്കാരം വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവാലി. സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, കാളികാവ് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ.